ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണം നവംബർ 18. ഇന്ന് നവംബർ 18. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം, അക്രമം, കുട്ടികളെ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയവയെല്ലാം തടയുന്നതിനുള്ള ദിനമായി ആചരിക്കുകയാണ്. ഇതെല്ലാം തടയുന്നതിനൊപ്പം കുട്ടികൾക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കെതിരെയും സമൂഹത്തെ ഓർമ്മപ്പെടുത്തുക എന്നതും ഈ ദിനത്തിൽ പ്രധാനമാണ്. കുട്ടികൾ കൗമാരഘട്ടത്തിൽ നിന്ന് പ്രായപൂർത്തിയിലേക്കുള്ള പ്രയാണത്തിൽ മാനസിക സംഘർഷമുണ്ടാകുന്ന ഘട്ടങ്ങൾ ധാരാളമുണ്ട്. മാനസികമായും ശാരീരികമായും വളർച്ചയെത്താത്ത, പക്വത പ്രാപിക്കാത്ത പ്രായത്തിൽ പല കെണികളിലും അവർ ചെന്ന് വീണേക്കാം. കരുതലോടെ വേണം കൗമാരക്കാരെ സമീപിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. ഇവരുടെ സാഹചര്യത്തെ ചൂഷണം ചെയ്യുന്നവരും സമൂഹത്തിലുണ്ട്. ലോകമെമ്പാടുമുള്ള കുട്ടികളെ സംബന്ധിച്ച് 4 പെൺകുട്ടികളിൽ ഒരാളും 9 ആൺകുട്ടികളിൽ ഒരാളും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നു എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. ഇത്തരം കണക്കുകളിൽ വ്യത്യാസം വരാവുന്നതാണ്. എങ്കിലും ചൂഷണത്തിന് വിധേയമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് മോഹൻകുമാർ. കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണവും അവരുടെ അവകാശങ്ങളും എല്ലാം സംബന്ധിച്ച് 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കപ്പെട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ അംഗരാജ്യങ്ങളിലും കുട്ടികളുടെ സംരക്ഷണത്തിനും അവരുടെ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് നിയമനിർമ്മാണങ്ങൾ ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനായി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് പരാമർശിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഭരണഘടന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ 1950 തന്നെ ഭരണഘടന എഴുതി ചേർത്തിട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ ആർട്ടിക്കിൾ 14 ആയാലും 15 ആയാലും അതുപോലെ തന്നെ 15 ക്ലോസ് 3 സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വുമൻ ആൻഡ് ചിൽഡ്രൻ, അതുപോലെ തന്നെ 21A, പിന്നീട് അമെൻമെന്റ് വന്നിട്ടുള്ള 21A, ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള അവകാശം, ഇതെല്ലാം വളരെ കൃത്യമായിട്ടും നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യൻ പാർലമെന്റ് പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കപ്പെടുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആർട്ടിക്കിളിൽ പരാമർശിച്ചുകൊണ്ട് അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട 3 നിയമങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്ന് ബാലനീതി ആക്ട് ആണ്. 2015 അത് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. 2012 പോക്സോ ആക്ട് നിലവിൽ വന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾ 2009 പാസ്സാക്കപ്പെട്ടു. 4 പ്രധാനപ്പെട്ട അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ, 4 പ്രധാനപ്പെട്ട അവകാശങ്ങൾ എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് കുട്ടികളെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നത് സംബന്ധിച്ചാണ് ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്യുകയും 3 നിയമങ്ങൾ പാസ്സാക്കപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ബാലനീതി ആക്ട് ആണ്. ജുവനൽ ജസ്റ്റിസ് ആക്ടിനകത്ത് 2 വിഭാഗങ്ങളായിട്ട് കുട്ടികളെ തരംതിരിക്കാറുണ്ട്. അതിലൊന്ന് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് ത്തിലോ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെ എങ്ങനെ അഡ്രസ് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന് CNCP ആണ്. CNCP ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അവരെ എങ്ങനെയാണ് പരിരക്ഷിക്കേണ്ടത് എന്നെല്ലാം സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ ആ നിയമത്തിനകത്ത് പറയുന്നുണ്ട്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് രാജ്യത്ത് ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് എല്ലാ രാജ്യത്തിനകത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കുട്ടികൾ അവരുടെ പ്രയാസങ്ങൾ വല്ലാതെ കൂടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില യുദ്ധക്കെടുതികളുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട കാര്യമാണ്. കുട്ടികളെ കൈപിടിച്ചുയർത്തി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെന്ന നിലയിൽ നമ്മുടെ സമൂഹമാകെ കുട്ടികളുടെ ഈ പ്രശ്നങ്ങളെ കാണാനും അത് പരിഹരിക്കാനും ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇടപെടണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സമീപകാലത്താണെങ്കിൽ നമ്മുടെ രാജ്യത്തെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ടെക്നോളജി വളർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് വളരെ വേഗത്തിൽ ടെക്നോളജിയിൽ അവർ പ്രാവീണ്യം നേടുകയും വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയുടെ ഭാഗമായി അവരതിൽ വേഗത്തിൽ അതിനെ ഗ്രാസ്പ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവർ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്ന സാഹചര്യം പലപ്പോഴും നാം കണ്ടുവരികയാണ്. എങ്ങനെയാണ് നമ്മളതിനെ നോക്കി കാണേണ്ടത്, എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്
വേണ്ടതെന്നൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറി ആ അണുകുടുംബ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളുടെ വേണ്ടത്ര സംരക്ഷണം കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും അതുപോലെ തന്നെ കുട്ടികളുമായുള്ള ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് പലപ്പോഴും പല കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാലസൗഹൃദ അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ കുട്ടികളെ നേർവഴിക്ക് നമുക്ക് നയിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2019 കണക്ക് പ്രകാരം രാജ്യത്ത് ഓരോ ദിവസവും കുട്ടികൾക്കെതിരെയുള്ള 400-ലധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നാണ്. കൂടാതെ 2010 മുതൽ 2020 വരെ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളിൽ 381% വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക്. കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ ഇക്കാലയളവിൽ 7 മുതൽ 15% വരെ വർധനയാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന ആത്മഹത്യയിലും വർധനവുണ്ടായിട്ടുണ്ട്. ലോകത്ത് പകുതിയിലധികം കുട്ടികളും ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്നതാണ് വസ്തുത. ചൂഷണം, ദുരുപയോഗം എന്നിവയിൽ നിന്നെല്ലാം കുട്ടികൾക്ക് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. കുട്ടികൾക്കെതിരെ അക്രമം നടത്തുന്നവരിൽ ഭൂരിഭാഗവും പരിചയക്കാരാണ്. അത് ബന്ധുക്കളോ സുഹൃത്തുക്കളോ കുടുംബവുമായി ബന്ധമുള്ളവരോ ഒക്കെയാണ്. ശാരീരികവും മാനസികവും ലൈംഗികവുമായി കുട്ടികൾ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന ഘടകമാണ്. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ GL അരുൺ ഗോപി: ഒരു കുട്ടിയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ ആ കുട്ടിയെ ശാരീരികമോ മാനസികമോ ലൈംഗികമോ ആയി ദുരുപയോഗം ചെയ്യുക, ഉപദ്രവിക്കുക, ഒരു കുട്ടിക്ക് ആ പ്രായത്തിൽ ആവശ്യമായ ശാരീരികവും മാനസികവുമായ പിന്തുണ നൽകാതിരിക്കുക. അപ്രകാരം കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ചൈൽഡ് അബ്യൂസ് അഥവാ കുട്ടികളോടുള്ള അതിക്രമം എന്നതിൽ നിർവചിക്കാൻ സാധിക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടയുകയോ മോശമാക്കുകയോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ചൈൽഡ് അബ്യൂസ് എന്ന് പറയാം. ശാരീരികമായി പീഡിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ മനഃപൂർവ്വം കുട്ടിയെ ഉപദ്രവിച്ച് ശാരീരികമായി പരിക്ക് ഏൽപ്പിക്കുന്നു. അടിക്കുക, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുക, പൊള്ളിക്കുക, ശ്വാസം മുട്ടിക്കുക, കടിക്കുക, വെള്ളത്തിൽ മുക്കുക, കുട്ടികളെ ശക്തമായി കുലുക്കുക, ഇവയൊക്കെ പലതരത്തിലുള്ള ശാരീരിക അതിക്രമങ്ങളാണ്. കുട്ടികളുടെ പൂർണ്ണമായ വളർച്ചയ്ക്ക് മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ കൂടെ കൂടെ കുട്ടിയെ കുറ്റപ്പെടുത്തുക, അതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടിയുമായി പലപ്പോഴും താരതമ്യപ്പെടുത്തി രക്ഷകർത്താക്കൾ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വല്ലാണ്ട് ബാധിക്കുന്നതാണ്. ഇത് കുട്ടികളോടുള്ള മാനസികമായ അതിക്രമത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ലൈംഗിക അതിക്രമങ്ങൾ തന്റെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി മാതാപിതാക്കളോ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തുന്നവരോ ചെയ്യുന്ന അതിക്രമങ്ങളാണ് ഇവ. കുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുക, അനുവാദമില്ലാതെ കുട്ടികളെ തൊടുക, ലൈംഗികമായ ചേഷ്ടകൾ കാണിക്കുക, നീലച്ചിത്രങ്ങളും മറ്റും നിർബന്ധിച്ച് കാണിക്കുക, ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക, ഇവയൊക്കെ ലൈംഗിക അതിക്രമത്തിൽ പെടുന്നു എന്നുള്ളതാണ്. കുട്ടിക്ക് ആവശ്യമായ കരുതൽ നൽകാതിരിക്കുന്നതും കുട്ടികളോടുള്ള അതിക്രമമാണ്. കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം, ആവശ്യമായ വസ്ത്രം, ആവശ്യമായ ആരോഗ്യ പരിരക്ഷ ഇവയൊക്കെ നൽകാതിരിക്കുന്നതും സുരക്ഷിതമായി താമസിക്കുന്നതിനും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നതും കുട്ടികളോടുള്ള അതിക്രമമാണ്. കുട്ടികളോടുള്ള അതിക്രമങ്ങളുടെ കാരണങ്ങൾ ഒന്ന് സാമൂഹ്യപരമായ കാരണങ്ങളുണ്ട്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്, കുട്ടിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്. ലോകത്തിലെ പകുതിയിലധികം കുട്ടികളും കടുത്ത അക്രമം അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ 64% ദക്ഷിണേഷ്യയിലാണ്. അക്രമം, ചൂഷണം, ദുരുപയോഗം എന്നിവയിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട്. മാതാപിതാക്കൾ, മറ്റു കുടുംബാംഗങ്ങൾ, പരിചാരകർ, അധ്യാപകർ, തൊഴിലുടമകൾ, നിയമനിർവഹണ അധികാരികൾ, സംസ്ഥാന പോലീസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയാവുന്ന ആരെങ്കിലും അക്രമവും ചൂഷണവും ദുരുപയോഗവും ആണ് ചെയ്യാറുണ്ട് എന്നുള്ളത് പലപ്പോഴും തെളിവുകൾ സഹിതം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അക്രമവും ചൂഷണവും ദുരുപയോഗവും വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതും ഈ കാലത്ത് നാം പ്രധാനമായും കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്ത വീട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ, കുഞ്ഞിന്റെ നിലവിളി കേട്ടാൽ ആ കുഞ്ഞ് കരഞ്ഞോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞ് കരയുന്നത് എന്ന് അന്വേഷിക്കുവാൻ പൊതുസമൂഹം തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ പൊതുസമൂഹം തയ്യാറാകുന്നിടത്ത് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തടയാൻ നമുക്ക് സാധിക്കും.
ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അത്തരം കേസുകളുടെ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമമാണ് 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കൽ ആക്ട്, പോക്സോ ആക്ട് 2012. ഒരു വ്യക്തി കുട്ടിയോട് ലൈംഗികപരമായ ആക്രമണം നടത്തുന്നത് 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ കഠിന തടവോ അല്ലെങ്കിൽ വെറും തടവും പിഴയും ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. ഇലക്ട്രോണിക്സ്, അച്ചടി മാധ്യമങ്ങളിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് 5 വർഷം വരെ ആകാവുന്ന കഠിന തടവിന് അർഹനാകുന്നതാണ്. ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുമെല്ലാം പ്രത്യേക നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ സ്പെഷ്യൽ കോടതി വിചാരണ നടത്തേണ്ടത് കുട്ടിയുടെ രക്ഷാകർത്താക്കളുടെയോ കുട്ടിക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആളുടെയോ സാന്നിധ്യത്തിൽ രഹസ്യമായിട്ടായിരിക്കണം എന്നും വ്യവസ്ഥ ചെയ്യുന്നു. ചൈൽഡ് സൈക്കോളജിസ്റ്റും മുൻ ഹയർ സെക്കൻഡറി അധ്യാപികയുമായ ശ്രീമതി സിന്ധു ബി.കെ. സമീപകാല ഡാറ്റ അനുസരിച്ച് ആഗോളതലത്തിൽ 2 - 17 വയസ്സിനുമിടയ്ക്ക് ഏകദേശം 1 ബില്യൺ കുട്ടികൾ കഴിഞ്ഞ വർഷം ശാരീരികമോ വൈകാരികമോ ലൈംഗികമോ ആയ ആക്രമണം അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 370 ദശലക്ഷത്തിലധികം സ്ത്രീകളും പെൺകുട്ടികളും ഏകദേശം 8-1 18 വയസ്സിന് മുമ്പ് ലൈംഗികാതിക്രമം അനുഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഓൺലൈൻ പീഡനം പോലുള്ള സമ്പർക്കമല്ലാത്ത ദുരുപയോഗം കൂടി ഉൾപ്പെടുത്തിയാൽ ഈ കണക്ക് ഏകദേശം 650 ദശലക്ഷമായി വർദ്ധിക്കും. ഏകദേശം 240-310 ദശലക്ഷം ആൺകുട്ടികളും കുട്ടിക്കാലത്ത് ലൈംഗികാതിക്രമം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ (NCRB) കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 53% ഇന്ത്യൻ കുട്ടികളും ഒന്നോ അതിലധികമോ തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ സ്വകാര്യമാണെന്നും അനുമതിയില്ലാതെ മറ്റുള്ളവർ സ്പർശിക്കരുതെന്നും നല്ല സ്പർശനവും മോശം സ്പർശനവും സുരക്ഷിതവും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലാക്കിപ്പിക്കുക. നിശ്ചയദാർഢ്യം പഠിപ്പിക്കുക. ഒരുപക്ഷെ ആരെങ്കിലും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരെ സ്പർശിക്കാൻ ശ്രമിച്ചാൽ നോ, തൊടരുത് എന്ന് ഉറച്ചു പറയാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളിൽ ഉടലെടുക്കുന്ന ഭയം, ആശങ്കകൾ എന്നിവ പങ്കിടാൻ വിശ്വസ്തരായ ഞങ്ങൾ, അതായത് മാതാപിതാക്കൾ, അധ്യാപകർ, കൗൺസിലർമാർ തുടങ്ങിയവർ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും വിശ്വസിപ്പിക്കുകയും സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സ്വന്തം അതിരുകളിൽ അറിവും ആത്മവിശ്വാസവും ഉള്ളവരായി തീരാൻ കുട്ടികളെ ശാക്തീകരിക്കുക എന്നതാവട്ടെ മുതിർന്നവരായ നമ്മുടെ ലക്ഷ്യം. കുട്ടികളുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടി നിയമങ്ങളും ബാലാവകാശ സംരക്ഷണ കമ്മീഷനുമെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ അതിനെപ്പറ്റി രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും ഇനിയും അറിവ് നൽകേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചും തനിക്ക് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടെ എങ്ങനെയാണ് പറയേണ്ടത് എന്നതും കുട്ടികളെ നിർബന്ധമായും പഠിപ്പിക്കേണ്ടതുമാണ്. കുട്ടികളോട് വളരെ സൗഹൃദപരമായി കൂടുതൽ നേരം രക്ഷാകർത്താക്കൾ ഇടപെടുന്നത് വഴി അവർക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളെയും കൂടി പരിഗണിക്കുന്നതും അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കുന്നതും അവരെ കുടുംബവുമായി കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും. കുട്ടികളും കുടുംബവും സമൂഹവും പരസ്പര സൗഹൃദവും സഹായകവുമായി പ്രവർത്തിച്ചാൽ കുട്ടികൾക്കെതിരെയുള്ള ഏതുതരം ചൂഷണത്തെയും തടയാനാകും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.